പത്തനംതിട്ട റാന്നിയിൽ വെള്ളമിറങ്ങിയിട്ടും ആവശ്യത്തിന് ശുചീകരണ സംവിധാനങ്ങൾ എത്തിച്ചില്ല എന്നാരോപിച്ച പ്രതിഷേധവുമായി വ്യാപാരികൾ. വെള്ളമിറങ്ങിയ ശേഷം ഇവിടെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. ശുചീകരണത്തിന് സംഘടനകളുടെ സഹായവും വ്യാപാരികൾ അഭ്യർത്ഥിക്കുന്നു. ആറന്മുളയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ മരുന്ന് എത്തിച്ചില്ല എന്നും പരാതിയുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുലെ, ആറന്മുളയിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആറന്മുളയിലും റാന്നിയിലുമൊക്കെ മുട്ടിന് മുകളിൽ വെള്ളമുണ്ടായിരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോഴും അവരെ ഈ ദുരന്തബാധിതരെ ഇപ്പോഴും അവഗണിക്കുകയാണ്. കാരണം കൃത്യമായി മരുന്നുകൾ എത്തിക്കുന്നില്ല, ശുചീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നില്ല. മഴ മുന്നൊരുക്കങ്ങളെല്ലാം അപ്പാടെ പാളി. അതിന് പിന്നാലെ ഈ മഴ പെയ്ത് ഇത്രയും വലിയ ദുരിതം അനുഭവിക്കുമ്പോഴെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് അധികൃതർ ഇങ്ങനെ കണ്ണടയ്ക്കുന്നത്? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, ഗോകുൽ? അശ്വതി, അതായത് റാന്നിയിലായിരുന്നു ഇന്നലെ ഏറ്റവും കൂടുതൽ ഈ ഒരു നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. അവിടെ ഇന്നിപ്പോൾ ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ റാന്നി നഗരം പൂർണ്ണമായിട്ടും ഒരു മാലിന്യ കൂമ്പാരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മതിയായിട്ടുള്ള സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവിടുത്തെ വ്യാപാരികളും നാട്ടുകാരും ഉൾപ്പെടെ ഇപ്പോൾ വലിയ പ്രതിഷേധം നടത്തുകയുണ്ടായത്. അതായത് പ്രതിഷേധം അവർ അറിയിക്കുകയാണ് ഉണ്ടായത്. അതായത് ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ റാന്നിയിൽ നടപ്പാക്കണമെന്നുള്ള ആവശ്യം അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അവരത് കൃത്യമായിട്ട് പഴകുളം മധു MLA, റാന്നി MLA കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരൊക്കെ അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും മതിയായതക്കവണ്ണം ഉള്ള ആ രീതിയിലേക്ക് മാറുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് അവിടുത്തെ ആളുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരവരുടെ ഒരു പ്രതിഷേധം അറിയിക്കുകയുണ്ടായത്. അതോടൊപ്പം തന്നെ അവർക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള അവരുടെ സ്വത്തുവകകളുടെ കൃത്യമായിട്ട് മൂല്യം കണക്കാക്കി നഷ്ടപരിഹാരം അടക്കം നൽകണമെന്നുള്ളൊരു ആവശ്യവും അവിടുത്തെ നാട്ടുകാർ MLA മറ്റ് ജനപ്രതിനിധികളും കൃത്യമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായി തന്നെയാണ് ആറന്മുളയിലും വിഷയം വന്നിരിക്കുന്നത്. ആറന്മുളയിൽ ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഇതിലൊരു ക്യാമ്പിലാണ്, കീഴുകര ക്യാമ്പിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മരുന്ന് ആവശ്യത്തിന് എത്തിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി ഉയർന്നു വന്നത്. പക്ഷേ ഇപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതർ നിലവിൽ ആ ക്യാമ്പിൽ വന്ന് അവർക്ക് മരുന്ന് വിതരണം അടക്കം കൃത്യമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റി കൊടുക്കുന്നുണ്ട് വകുപ്പുകൾ. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ശുഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ആരോഗ്യവകുപ്പ് അധികൃതർ അവർ മരുന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ക്യാമ്പിൻ്റെ നിലവിലത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഈ മരുന്ന് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ സത്യം? ഒന്നുമില്ല, മരുന്നെല്ലാം ഇഷ്ടം പോലെ. പക്ഷേ ഇതിനകത്തെ പ്രശ്നമേ, ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നും സർക്കാരിൻ്റെ മരുന്നും തമ്മിലുള്ള കണ്ടൻറ്റിൻ്റെ ഒരു വ്യത്യാസമാണ്. ഇപ്പം ഇവർ BPക്ക് ചിലപ്പോൾ 20 mg ആയിരിക്കും കഴിക്കുന്നത്. നമ്മുടെ ഈ 10 അത് 2 കഴിക്കാമെന്നുള്ളതാണ്. അതിൻ്റെ അകത്തൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള അവർക്ക് അറിയാത്തതിൻ്റെ ഒരു പ്രയാസമാണ്. അപ്പം അതുമല്ല, ഈ ചില മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കൊക്കെയാണ്, അതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഡോക്ടറൊക്കെ വന്ന് പറയാൻ നമ്മളത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ അല്ല, ഇന്നലെ 5:15 തൊട്ട് നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. വെളുപ്പിനെ തൊട്ട് ഇന്നലെ വൈകിട്ട് ഫുഡ് ക്രമീകരണം, ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കി എല്ലാ ക്രമീകരണമുണ്ട്. മരുന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് മുഴുവൻ ഇരിക്കുന്നത്. ജനപ്രതിനിധികളെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ഇവരോട് പറയാം. ഫുൾ ടൈം ഉണ്ട്. പഞ്ചായത്തിൻ്റെ ആൾക്കാരുണ്ട്, വില്ലേജിൻ്റെ ആൾക്കാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഹെൽത്തിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ അപ്പുറത്ത് വേറൊരു ക്യാമ്പുണ്ട്, മേലുകര തെക്കേമല ഒരു ചെറിയ ക്യാമ്പുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ ഫുൾ ടൈം ഉണ്ട്. അല്ലാതെ ഈ ചാനലുകാർ വരുമ്പോൾ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളോടങ്ങ് പറഞ്ഞാൽ പോരെ. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക. അല്ലാതെ ചുമ്മാ അത് പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലല്ലോ ഈ പരിപാടിയൊന്നും. നമ്മൾ രാവിലെ തൊട്ട് ഞങ്ങളൊക്കെ ആഹാരം കഴിക്കാതെ കിടക്കുന്നവരാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇന്നലെ ഒന്നും ആഹാരം കഴിക്കാതെ ഞങ്ങൾ നിൽക്കുക. ഞങ്ങളൊന്നും ആർക്കും പരാതിയല്ല. ഞങ്ങളുടെ പ്രശ്നം കാര്യങ്ങൾ നല്ലതായിട്ട് ഭംഗിയായിട്ട് പോകണം. അല്ല, അതിൻ്റെ അകത്ത് ഈ കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ പിന്നെ എല്ലാം കുറ്റമാണ്. മരുന്ന് വേണം, ചിലർക്ക് അവരവരുടേതായ കണ്ടൻറ്റും കമ്പനിയും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ എഴുതിയ മരുന്ന് ചിലപ്പോൾ കോഴഞ്ചേരി കിട്ടണമെന്നില്ല. അപ്പം ഞങ്ങളും ഇപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. അതായത് മരുന്ന് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലാതെ വെളിയിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചു കൊടുക്കുക. സർക്കാരിൻ്റെ ഇല്ലാത്ത സംവിധാനങ്ങളുണ്ട്. ഇപ്പം നമ്മളെ കൊണ്ട് ഒരു മനുഷ്യ സഹജമായി ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതലൊക്കെ നമുക്ക് എത്ര ആളുകളുണ്ട് ചേട്ടാ ക്യാമ്പിൽ? ഇപ്പോൾ ഇവിടെ 60 പേരുണ്ട്, അപ്പുറത്തൊരു 27 ഉണ്ട്, തെക്കേമല ഒരു 10-12 പേര്. അവരിപ്പോൾ കുറച്ച് പേരൊക്കെ ഇപ്പോൾ ഉള്ളവർ കുറച്ച് പേര് വീടുകളൊക്കെ വൃത്തിയാക്കാൻ വെള്ളം ഇറങ്ങിയിടത്തോട്ട് പോയി. ഈ ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ക്യാമ്പിൽ ബുദ്ധിമുട്ടില്ല. ഇന്നലെ വൈകിട്ട് ജനറേറ്റർ കൊണ്ട് കൊടുത്തു. ഇപ്പം വെള്ളം ടാങ്കറിൽ ഇറക്കി. ഓൾറെഡി അതുകൊണ്ട് വാർഡ് മെമ്പറാണ്, ടൗണിലെ 2 വാർഡ് മെമ്പർമാർ, അവരൊക്കെ ഫുൾ ടൈം ഇവിടാണ്.
എന്നുവെച്ചാൽ ഞാൻ പറയില്ല, മനുഷ്യസഹജമായി ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പുറത്ത് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി. ചാനലുകാരോട് പറഞ്ഞാൽ ചാനലുകാർ വിടുമെന്നല്ലാതെ ഈ കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. ഞങ്ങളോട് പറഞ്ഞാലല്ല ഞങ്ങൾ മേടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ്. അപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ ഇവിടോട്ട് വരുന്നു, ഇവർ ചിലരെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അവർ കൊണ്ട് അങ്ങനെ പറഞ്ഞു പറയിപ്പിക്കുന്നു. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇവിടെ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളൊരു നല്ല കാര്യം നടത്തി, ഒരു പ്രയാസഘട്ടത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. അവരേതാണ്ട് ഇപ്പം പഞ്ചായത്തിൽ ഇപ്പം കളക്ടർ വന്നായിരുന്നു, മന്ത്രി വന്നായിരുന്നു, ഇപ്പം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വീട് ക്ലീൻ ചെയ്യാനുള്ള ക്രമീകരണം ചെയ്യാൻ ആലോചിക്കുന്നു, പിന്നെ കിണർ ക്ലീൻ ചെയ്യാൻ ആലോചിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ റെഡിയാണ്. ഒന്ന് സഹകരിച്ചാൽ മതി, നമ്മളോട് സഹകരിച്ചാൽ നമ്മൾ റെഡിയാണ്. അത് തന്നെയാണ്. അതായത് ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു ദുരന്ത ഘട്ടത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കൃത്യമായിട്ട് എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ആവശ്യം. എന്തായാലും ഇവർക്ക് ആവശ്യമുള്ള ബേസിക് നീഡ്സ് ഒക്കെ കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെയും മറ്റ് അധികൃതരും കൃത്യമായിട്ട് എത്തിച്ചു നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് തിരുവല്ല, അതുപോലെ തന്നെ ആറന്മുള മേഖലകളിലൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് രാവിലെ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ അത് കൃത്യമായിട്ട് നിറവേറ്റി കൊടുക്കുന്നുണ്ട്. ക്യാമ്പുകൾ വളരെ സുഗമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ റാന്നി പോലെയുള്ള മേഖലയിൽ ഈ രീതിയിൽ ഒരു വ്യാപാരികൾ പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെ ശുചീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ ഒരു വിഷയം മാത്രമാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നത്. എന്തായാലും ആറന്മുള മേഖലയിൽ ഇപ്പോഴും വെള്ളം പല ഭാഗങ്ങളിലും ഇറങ്ങിയിട്ടില്ല. നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം 1669 ആളുകളാണ് ക്യാമ്പുകളിൽ തുടരുന്നത്. അശ്വതി. ശരി ഗോകുലെ, വിവരങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ പത്തനംതിട്ട ആറന്മുളയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഗോകുൽ രമേശ്.